നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് തച്ചമ്പാറയിൽ തുടങ്ങി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം PSCക്ക് വിടുക, മാനേജർമാരുടെ ശിക്ഷണാധികാരം എടുത്തുകളയുക, ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. ശനിയാഴ്ച രാവിലെ സുധാകരൻ മാസ്റ്റർ നഗറിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് T ജയപ്രകാശ് പതാക ഉയർത്തി. കോൺഗ്രസിന്റെ നേതൃത്വം വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന ട്രഷറർ P നന്ദകുമാർ MLA പറഞ്ഞു. നെഹ്റു തന്റെ ആത്മകഥയിൽ പറഞ്ഞത് ദേശീയ കുപ്പായമണിഞ്ഞ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടെങ്കിലും നേതൃത്വം കീഴ്പ്പെട്ടില്ലെന്നാണ്. ഇന്ന് നേതൃത്വമാണ് വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. BJPയുടെ ഹിന്ദുത്വ നിലപാടുകളോടെ കിടപിടിക്കുന്ന മാനിഫെസ്റ്റോയാണ് കോൺഗ്രസ് ഇറക്കിയത്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ ചാഞ്ചാട്ടമാണ് മുന്നണിയുടെ ദൗർബല്യമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞാനിപ്പോൾ നെഹ്റുവിൻ്റെ ആത്മകഥ പിന്നെ എന്നുള്ളൊരു ഭാഗം പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാനിവിടെ വരുമ്പോൾ നോക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വർഗീയത വിളയാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ആ വർഗീയത വിളയാട്ടം എന്ന് പറയുന്ന ലേഖനത്തിലും നെഹ്റു പറഞ്ഞത് ഒറ്റ വരിയാൻ പറയുന്നത്, അനേകം കോൺഗ്രസുകാർ ദേശീയ കുപ്പായമണിഞ്ഞ വർഗീയവാദികളായിരുന്നു. എന്നാൽ നേതൃത്വം ഒരിക്കലും വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടു നിന്നിട്ടില്ല. അവർ ശക്തമായ തീരുമാനമെടുത്തു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏകദേശം 943 മറ്റോ തോന്നുന്നു നെഹ്റു ഈ ആത്മഹത്യക്കാരുടെ ലേഖനം എഴുതി. അന്ന് നെഹ്റു പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ കുപ്പായമണിഞ്ഞ വർഗീയവാദികൾ എന്ന് നെഹ്റു ഉപയോഗിച്ചു. അത് അണികളായിരുന്നു, ഞങ്ങളതിന് കീഴ്പ്പെട്ടില്ല നെഹ്റു പറഞ്ഞത്. ഇന്നോ നേതൃത്വം കീഴ്പ്പെട്ടിരിക്കുകയാണ് പ്രത്യേകത. അതാണ് കോൺഗ്രസിന്. അതാണ് ഭോപ്പാൽ റാലി വന്നപ്പോൾ അത് വേണ്ടാതെ വെക്കാൻ തീരുമാനമെടുത്തത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വമാണ് റാലി ക്യാൻസലാക്കാൻ തീരുമാനം. ഈ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നമ്മൾ കാണണം. അതിനെ സംബന്ധിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രാദേശിക പാർട്ടികൾക്ക് അകത്തും ഇതിന് ചാഞ്ചാട്ടമുണ്ടായി. പാർലമെന്റിനകത്ത് DMKയുടെ MP സാധാരണ തമാശ പറയും പോലെ ഒരു പ്രസംഗം നടത്തി. നിങ്ങളൊക്കെ ഗോമൂത്ര സ്റ്റേറ്റിന്റെ ഏറ്റവും വന്നവരാണ്, അതിന് നിങ്ങൾ കൊടുത്തായില്ല. അതൊരു കേഷലായിട്ടുള്ള പറച്ചിലായിരുന്നു. അവിടെ ചാതി എഴുന്നേറ്റ് ചാതി ആകാനാന്ന് പറയൂ. സമാജ്വാദി പാർട്ടിയുടെ MP അദ്ദേഹം പറഞ്ഞു, പരസ്യമായിട്ട് മാപ്പ് പറയണം. ചാടി എഴുന്നേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി ഈ മൃദുഹിന്ദുത്വത്തിലേക്ക് ശക്തമായിട്ട് വരാൻ പോകുന്ന തെളിവാണ് ഈ സംബന്ധിച്ചത്. ഇതാണ് പ്രതിപക്ഷത്തിന്. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും M ഗീതു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് T ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. K ശാന്തകുമാരി MLA, സംസ്ഥാന സെക്രട്ടറി K ബദറുന്നിസ, ജില്ലാ സെക്രട്ടറി K മഹേഷ്, ജില്ലാ സെക്രട്ടറി R മഹേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും.